സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു കൊടും പാതകത്തിന്റെ വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. വർക്കലയിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നൊരു യുവതിയെ മദ്യലഹരിയിലെത്തിയ തിരുവനന്തപുരം സ്വദേശി തള്ളിയിട്ടത്. മദ്യലഹരിയിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയ പ്രതി യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു സ്ത്രീയെ വഴിയരികിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു മനഃപശ്ചാത്തലവുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ തള്ളിയിട്ട് ഒരു വല്ലാത്ത ക്രൂരതയുടെ വാർത്ത തലസ്ഥാനത്ത് നിന്ന് വരുന്നു. മറ്റ് പ്രകോപനങ്ങളുണ്ടോ, എന്തിനാണ് യുവതിയെ തള്ളിയിട്ടെന്നടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. അല്പസമയം മുമ്പാണ് നാടിനെ നടുക്കി വീണ്ടും സ്ത്രീ സുരക്ഷയെ ചോദ്യമുനയിലാക്കുന്ന ഒരു വല്ലാത്ത ക്രൂരതയുടെ വാർത്ത തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. മേഘ്ന മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്. മേഘ്ന, തിരുവനന്തപുരത്തും ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനാണെന്ന് മനസ്സിലാക്കുന്നു. എവിടെ നിന്നാണ് സുരേഷ് ട്രെയിനിൽ കയറിയത്? സ്ത്രീകൾ എവിടെ നിന്നാണ് കയറുന്നത്? എവിടെ നിന്നാണ് ഈ കൃത്യം? എന്താണ് നമുക്ക് ഇതുമായി സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? അല്പം മുന്നെയാണ് ഞെട്ടലുണ്ടാക്കുന്ന അതീവ ഗുരുതരമായ ഈ വാർത്ത പുറത്തു വരുന്നത്. കേരള എക്സ്പ്രസിന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് യുവതിയെ താഴേക്ക് തള്ളിയിടുകയായിരുന്നു. യുവതിയെ പാളത്തിലേക്ക് വീണ് കിടക്കുന്ന രീതിയിലായിരുന്നു നാട്ടുകാരും റെയിൽവേ പോലീസും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എറണാകുളത്ത് നിന്നാണ് ഈ പരിക്കേറ്റ യുവതിയും അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ ഈ കമ്പാർട്ട്മെന്റിൽ കയറുന്നത്. അതിനുശേഷം വർക്കല അയന്തി മേൽപ്പാലത്തിന്റെ ഭാഗത്ത് വെച്ചാണ് യുവതിയെ ഈ കമ്പാർട്ട്മെന്റിൽ കയറിയ പുരുഷൻ തള്ളി താഴെയിടുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പുരുഷൻ, അത് സുരേഷ്, ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് സുരേഷ് എന്നയാളാണ്. ഇദ്ദേഹം മദ്യപിച്ച് കമ്പാർട്ട്മെന്റിൽ കയറുകയായിരുന്നു. അതിനുശേഷമാണ് തള്ളി താഴെയിട്ടത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ യുവതിയും പരിക്കേറ്റ യുവതിയും പ്രതിയും തമ്മിൽ മറ്റ് പരിചയമൊന്നുമില്ല, മറിച്ച് കമ്പാർട്ട്മെന്റിൽ കയറുകയും ഈ കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ച് കയറിയത് മറ്റ് യാത്രക്കാർ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് യുവതിയെ തള്ളി താഴെയിടുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിൽ ഈ കേരള എക്സ്പ്രസിന്റെ ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് യുവതിയെ തള്ളി താഴെയിട്ടത്. അതിനുശേഷം കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു യുവതി ബഹളം വയ്ക്കുന്നു. അങ്ങനെയാണ് ഈ നാട്ടുകാർ ഈ പ്രതിയെ തടഞ്ഞു വെക്കുകയും പിന്നീട് റെയിൽവേ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രതിയായ സുരേഷ് തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പ്രതിയെ ഇപ്പോൾ കൊച്ചുവേളി റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിലെന്താണ് കൂടുതൽ കാരണങ്ങൾ, ഇപ്പോൾ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ ആൾ തള്ളി താഴെയിട്ടു എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത്. ഇവർ തമ്മിൽ മുൻ പരിചയമൊന്നുമില്ല. ഇപ്പോൾ ഈ പരിക്കേറ്റ യുവതിയെ ആദ്യം വർക്കല സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് അതീവ ഗുരുതരമായ ആരോഗ്യസ്ഥിതി ആയതിനാൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ, അതിൽ എന്തെങ്കിലും പ്രകോപനമായിട്ടുള്ള എന്തെങ്കിലും കാരണം ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പോൾ റെയിൽവേ പോലീസ് ഈ പ്രതിയെ ചോദ്യം ചെയ്തൽ തുടരുകയാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നാണ് യുവതിയെ തള്ളി താഴെയിടുന്നത്. വർക്കല അയന്തി പാലത്തിന്റെ ഭാഗത്താണ് ഈ യുവതി വീഴുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനി എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ കേരള എക്സ്പ്രസിന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് വീഴുകയും മറ്റ് യാത്രക്കാരും ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഈ പ്രതിയെ നാട്ടുകാർ തടഞ്ഞു വെച്ചിട്ടുള്ളത്. മദ്യപിച്ച ശേഷം ഒരു പരാക്രമണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട കേരള എക്സ്പ്രസ് ആണ്. എറണാകുളത്ത് വെച്ചാണ് രണ്ട് യുവതികൾ ട്രെയിനിൽ കയറുന്നത്. സുരേഷ് എവിടെയെന്ന് കയറി എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അങ്ങനെ സുരേഷും മദ്യപിച്ചാണ് ട്രെയിനിൽ കയറിയെന്ന കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ വ്യക്തതകൾ വരുന്നു. മേഘ്ന, എവിടെ വെച്ചാണ് ഈ സംഭവം കൃത്യമായി നടക്കുന്നത്? ഈ പറയുന്നത് പോലെ സുരേഷും യുവതികളും എറണാകുളത്ത് വെച്ചാണ് കയറിയതെങ്കിൽ കിലോമീറ്ററുകൾ ദൂരം അവർ ഒന്നിച്ച് താണ്ടിയിട്ടുണ്ട്. ഇവിടെ ഏത് ഘട്ടത്തിൽ എപ്പോഴാണ് പ്രകോപനം ഉണ്ടായത്? സുരേഷിനോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ട്രെയിനിൽ നിന്ന് യുവതിയെ പുറത്തേക്ക് തള്ളിയിട്ട നേരം കൂടെ ഉണ്ടായിരുന്ന യുവതി ശബ്ദം വെച്ചതോടെയാണ് അവിടെയുള്ള ആളുകൾ അറിയുന്നത്. ആരാണ് യുവതിയെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്? പ്രതിയെ തടഞ്ഞു വെച്ചത് യാത്രക്കാർ തന്നെയാണോ? കേരള എക്സ്പ്രസിന്റെ ഏറ്റവും പുറകിലുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ റെയിൽവേ പോലീസ്. അതിൽ ഈ പ്രതിയായിട്ടുള്ള സുരേഷ്, പനച്ചിമൂട് സ്വദേശിയായിട്ടുള്ള സുരേഷ് ഒറ്റയ്ക്കാണ് ഈ റെയിൽവേ കമ്പാർട്ട്മെന്റിൽ കയറുന്നത്, ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ കയറുന്നത്. അതിനുശേഷം രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള യുവതികൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അവർ രണ്ടുപേരും ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. രണ്ടുപേരും നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ എവിടെ നിന്നാണ് ഈ പ്രതി കയറിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപമുള്ള അയന്തി മേൽപ്പാലത്തിന്റെ ഭാഗത്ത് വെച്ചാണ് യുവതി പാളത്തിലേക്ക് വീഴുന്നത്. അതിനുശേഷം ഒരു യുവതി പാളത്തിലേക്ക് വീഴുകയും മറ്റൊരു യുവതി ബഹളം വെക്കുകയുമായിരുന്നു. ഇപ്പോൾ യാത്രക്കാരുടെ അടക്കം ഒരു മൊഴി എന്ന് പറയുന്നത് തള്ളി താഴെയിട്ട് തന്നെയാണ്. ഈ മദ്യപിച്ച് കമ്പാർട്ട്മെന്റിൽ കയറിയ ആളും വരുത്തേണ്ടത് ഈ പറഞ്ഞതുപോലെ സുരേഷ് കൃത്യമായി ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തള്ളിയിടുകയായിരുന്നു, അതോ വെറുതെ നിൽക്കുന്ന രണ്ടുപേരിൽ ഒരാളെ അങ്ങ് തള്ളിയിടുകയായിരുന്നു? അതായത് ഈ യുവതിയുമായി സുരേഷിന് കൃത്യമായി എന്തൊരു പ്രകോപനം ഉണ്ടായിരുന്നു,
ഉണ്ടായിരുന്നു, കൃത്യമായി എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന്റെ വൈകാരികതയിൽ, അതിന്റെ പ്രകോപനത്തിൽ കൃത്യമായി യുവതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു ആസൂത്രിത ആക്രമണം എന്ന രീതിയിലാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സുഹൈൽ, അങ്ങനെയല്ല. ഈ യുവതികളും കമ്പാർട്ട്മെന്റിൽ കയറിയിട്ടുള്ള പ്രതി സുരേഷും തമ്മിൽ യാതൊരു മുൻപരിചയവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. ഇത് മദ്യപിച്ച് ഒരാൾ കമ്പാർട്ട്മെന്റിൽ കയറുന്നു, അതിനുശേഷം ചിലപ്പോൾ ഈ മദ്യപിച്ച് കയറിയത് യുവതികൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. അതിലുള്ള ഒരു വിഷയമായിരിക്കാം പാളത്തിലേക്ക് തള്ളിയിടുന്നതിലൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ യുവതിയും അതുപോലെ തന്നെ ഈ പുരുഷനും സുരേഷും മറ്റ് മുൻപരിചയങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അകാരണമായി ഈ കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ച് കയറുകയും ഈ ഒരു യുവതിയെ തള്ളി താഴെയിടുകയുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മറ്റൊരു യുവതി ബഹളം വയ്ക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു വിവരം മറ്റ് ആൾക്കാർ അറിയുകയും നാട്ടുകാർ അറിയുകയും റെയിൽവേ പോലീസിനടക്കം വിവരം കൈമാറുകയും ചെയ്യുന്നത്. അങ്ങനെ റെയിൽവേ പാളത്തിന് സമീപമായി വീണ് കിടക്കുന്ന രീതിയിലായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ യുവതിക്ക് ബോധമുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. അതിനുശേഷം ഈ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായതിനാൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ എന്താണ് ഈ മുൻപരിചയമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിലൊരു മദ്യപിച്ച് ഒരു പ്രശ്നമുണ്ടാക്കിയത് തന്നെയാണ് ഒരു തള്ളിയിടാനുള്ള കാരണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പോലീസിന്റെ പിടിയിലുള്ളത് പനച്ചിമൂട് സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാർ ആണ് കൊച്ചുവേളിയിൽ വെച്ച് പിടിയിലായിട്ടുള്ളത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പനച്ചിമൂട് സ്വദേശി സുരേഷാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട കേരള എക്സ്പ്രസ് ആണ്. അവിടെ എറണാകുളത്ത് വെച്ചാണ് 2 യുവതികൾ ട്രെയിനിൽ കയറുന്നത്. ഈ സുരേഷ് എന്നയാൾ എവിടെ നിന്ന് കയറി എന്ന കാര്യത്തിൽ കൃത്യമായ വിവരം ലഭ്യമല്ല. ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഈ സ്ത്രീകളോടൊപ്പം സുരേഷും യാത്ര ചെയ്തിരുന്നത്. മദ്യവെച്ച് ലക്കുകെട്ടാണ് സുരേഷ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പുകൾ വരുന്നു, ഏറെക്കുറെ വിവരങ്ങൾ വരുന്നു. ഇതിനിടയിൽ മദ്യലഹരിയിൽ ഈ സ്ത്രീകളുമായി യുവതികളുമായി എന്തെങ്കിലും തർക്കമുണ്ടായോ എന്ന കാര്യത്തിൽ അവ്യക്തമായി തുടരുകയാണ്. ആ കാര്യം അതിലൊരു വ്യക്തത വരാനുണ്ട്. പക്ഷേ എന്തോ ഒരു പ്രകോപനം ആ സ്ഥലത്ത്, ആ സമയത്ത് സുരേഷ് ഉണ്ടായ ഏതൊരു പ്രകോപനത്തിന്റെ പേരിൽ ഒന്നിച്ച് സഞ്ചരിച്ച് 2 യുവതികളിൽ ഒരു യുവതിയെ നിർദാക്ഷിണ്യം അയാൾ ഓടുന്ന ട്രെയിനിൽ, അതിവേഗത്തിൽ കുതിച്ചു പോകുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു എന്ന ക്രൂരതയുടെ ഏറ്റവും നടുക്കുന്ന വാർത്തയാണ് തലസ്ഥാനത്ത് വർക്കലയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യുവതി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട യുവതിയെ വഴിയരികിലേണ്ട നാട്ടുകാരാണ് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തൊട്ടടുത്ത് കൂടെ മറ്റൊരു യുവതി ഉണ്ടായിരുന്നു. യുവതി ബഹളം വെച്ചതോടെയാണ് സുരേഷിനെ യാത്രക്കാർ തന്നെ പിടികൂടി റെയിൽവേ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി, എന്നാൽ അങ്ങേയറ്റം നടുക്കുന്ന നമ്മുടെ സ്ത്രീ സുരക്ഷയുടെ കാര്യങ്ങളടക്കം സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വീണ്ടും ഉയരുന്ന ഒരു വല്ലാത്തൊരു ക്രൂരതയുടെ വാർത്ത രാത്രി വൈകി തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം വർക്കലയിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടിരിക്കുന്നത്. കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് സംഭവം. കമ്പാർട്ട്മെന്റിൽ കയറിയ ഈ പറയുന്ന തിരുവനന്തപുരം സ്വദേശിയായ സുരേഷാണ് ഈ കൊടും കൃത്യം ചെയ്തിരിക്കുന്നത്. സുരേഷ് തനിച്ചാണോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയത്? മദ്യലഹരിയിൽ ഇയാൾ കയറിയിട്ട് മറ്റാരെങ്കിലുമായും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? യുവതി എറണാകുളത്ത് നിന്ന് കയറിയ യുവതികളുമായി ഇയാൾ ഏതെങ്കിലും വിഷയത്തിൽ തർക്കിച്ചോ? തർക്കത്തിൽ പ്രകോപിതം മൂത്ത് ഈ പറയുന്ന സുരേഷ് എന്ന കൊടും ക്രൂരൻ ഒരു യുവതിയെ വഴിയരികിലേക്ക് തള്ളിയിടുകയായിരുന്നോ? സീറ്റിലിരുന്ന യുവതിയെ ബലമായി പിടിച്ച് തള്ളിയിടുകയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സുരേഷിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുരേഷിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.